എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് മറുപടി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ആദ്യം മുൻകൂട്ടി പറഞ്ഞത്. ഇയാളെ പേടിച്ചിട്ടൊന്നല്ല. അല്ല, എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലല്ല, ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് എന്നുള്ളത്. കാരണം കൊമ്പുണ്ടോ? അല്ല ഇയാളെ കൊമ്പുള്ളത് പോലെയാണ് ചില ഇന്റർവ്യൂ സംസാരിക്കുന്നത്. നിങ്ങളുടെ പേടി മറയ്ക്കാനാണ് നിങ്ങൾ അങ്ങനെ ഇന്റർവ്യൂ എന്റെ മുമ്പിൽ കൊണ്ടിട്ടത്. ഞാൻ ഇതാ എനിക്ക് ദേഷ്യം വന്നു. ഷാരിയുടെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞിട്ടാണ് സഭ്യതയോടെ പെരുമാറുക. ഞാൻ സഭ്യത വിട്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് ഷാരികയോടാണ് പറയാനുള്ളത്. ഞാൻ എന്ത് സഭ്യതയാണ് കുറവാണ് ഇവിടെ കാണിച്ചത്? നിങ്ങൾ വന്നപ്പോഴേ നിങ്ങളെ പ്രകോപിപ്പിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് എന്നോട് പറയുകയാണ് മര്യാദയ്ക്ക് സംസാരിക്കുക. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ രണ്ടര പറയാനായിട്ട് തന്നെയാണ് വന്നത്. ഞാൻ എന്താണ് ഇത്ര പറയാനുള്ളത്? കാരണം ഇയാളെ പല ഇന്റർവ്യൂകളും കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരെന്തോ പഴം വിഴുങ്ങിയിരിക്കുകയാണെന്നത്. കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? ഉത്തരം അങ്ങനെ പലതും പറയും. പഴം വിഴുങ്ങി ഉത്തരം മുട്ടുമ്പോഴല്ല എനിക്ക് ഉത്തരം മുട്ടേണ്ട ആവശ്യമുള്ളത്. ഇയാൾ പറഞ്ഞ പൊട്ടത്തര ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറ്റേ. ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ട്നസ് വാരി വിതറാനല്ല, നിങ്ങൾ ഇവിടെ ഒന്ന് പാറ്റ് ചെയ്യുന്നല്ലോ നിങ്ങൾ വിചാരിക്കുന്നത്. ഹോട്ട് സീറ്റ് ആണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും. അതെ, അത് മനസ്സിലായോ? അല്ല, അത് മനസ്സിലായി. ചിലപ്പോ തല്ലിന്ന് വരും. അതിനിത്തിരി പൊളിക്കും, തല്ലാനിത്തിരി പൊളിക്കും. അല്ല, ഒരു മിനിറ്റ് ഞാൻ കണ്ടേ. ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെയും മുൻകൂട്ടി ഇത് ഇങ്ങനെ പറയുന്നത്. ഇയാൾ ആഷിയുടെ കാര്യം അങ്ങ് വിട്.